ഇനി ഓൾ പാസ് ഇല്ല. വാർഷിക പരീക്ഷയിൽ മാർക്കില്ലാത്തവരെ തോൽപ്പിക്കും. വിജ്ഞാപനമിറങ്ങി. വാർഷിക പരീക്ഷയിൽ തോറ്റാലും ഉയർന്ന ക്ലാസ്സിലേക്ക് സ്ഥാനക്കയറ്റം നൽകുന്ന നയം 5-8 ക്ലാസുകളിൽ നിന്ന് എടുത്തുമാറ്റി കേന്ദ്രം. വിദ്യാഭ്യാസ നിലവാരം ഉയർത്തുന്നതിന്റെ ഭാഗമായി കേന്ദ്ര സർക്കാർ നടത്തുന്ന വിദ്യാലയങ്ങളിലാണ് നടപടി സ്വീകരിച്ചതെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം അറിയിച്ചു. നിലവിൽ 5-8 ക്ലാസുകളിൽ വിദ്യാർത്ഥികൾ വാർഷിക പരീക്ഷയിൽ തോറ്റാലും ഉയർന്ന ക്ലാസ്സിലേക്ക് സ്ഥാനക്കയറ്റം നൽകുന്നതാണ് രീതി. 8ാം ക്ലാസ് വരെ ഈ ചട്ടമാണ് പാലിച്ചിരുന്നത്. 2019 വിദ്യാഭ്യാസ അവകാശ നിയമത്തിൽ ഭേദഗതി വരുത്തിയാണ് 5-8 ക്ലാസുകളിലെ വിദ്യാർത്ഥികൾക്ക് മുഴുവൻ പാസും നൽകി ഉയർന്ന ക്ലാസുകളിലേക്ക് സ്ഥാനക്കയറ്റം നൽകുന്ന രീതി എടുത്തുകളഞ്ഞത്. പകരം 5-8 ക്ലാസ് വിദ്യാർത്ഥികൾ തോറ്റതായി രേഖപ്പെടുത്തി വീണ്ടും പരീക്ഷ എഴുതാൻ അവസരം നൽകും. 2 മാസത്തിനകം തോറ്റ വിദ്യാർത്ഥികൾ വീണ്ടും വാർഷിക പരീക്ഷ എഴുതണം. ഇതിലും തോൽക്കുകയാണെങ്കിൽ ഇവർക്ക് ഉയർന്ന ക്ലാസുകളിലേക്ക് സ്ഥാനക്കയറ്റം നൽകില്ല. അവർ വീണ്ടും ആ വർഷം ആ ക്ലാസ്സിൽ തന്നെ ഇരിക്കേണ്ടതായി വരുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ വിജ്ഞാപനത്തിൽ പറയുന്നു. എന്നിരുന്നാലും പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാകുന്നതുവരെ ഒരു കുട്ടിയെയും ഒരു സ്കൂളിൽ നിന്നും പുറത്താക്കില്ലെന്നും വിദ്യാഭ്യാസ മന്ത്രാലയം അറിയിച്ചു. വാർഷിക പരീക്ഷയിലും രണ്ടാമത് നടത്തിയ പരീക്ഷയിലും തോറ്റതിനെ തുടർന്ന് ആ ക്ലാസ്സിൽ തന്നെ ഇരിക്കേണ്ടി വരുന്ന കുട്ടികൾക്കും കുട്ടികളുടെ മാതാപിതാക്കൾക്കും ക്ലാസ് ടീച്ചർ മാർഗനിർദ്ദേശം നൽകണം. മൂല്യനിർണ്ണയത്തിന്റെ വിവിധ ഘട്ടങ്ങളിലെ പഠന വിടവുകൾ തിരിച്ചറിഞ്ഞ ശേഷം പ്രത്യേക നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യണമെന്നും വിജ്ഞാപനത്തിൽ പറയുന്നു. കേന്ദ്ര വിദ്യാലയങ്ങൾ, നവോദയ സ്കൂളുകൾ, സൈനിക് സ്കൂളുകൾ എന്നിവ ഉൾപ്പെടെ കേന്ദ്ര സർക്കാർ നടത്തുന്ന 3000-ലധികം സ്കൂളുകൾക്ക് പുതിയ ഭേദഗതി ബാധകമാണെന്നും വിദ്യാഭ്യാസ മന്ത്രാലയം അറിയിച്ചു. സ്കൂൾ വിദ്യാഭ്യാസം ഒരു സംസ്ഥാന വിഷയമായതിനാൽ സംസ്ഥാനങ്ങൾക്ക് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാം. ഇതിനകം 16 സംസ്ഥാനങ്ങളിലെയും ഡൽഹി ഉൾപ്പെടെയുള്ള 2 കേന്ദ്രഭരണ പ്രദേശങ്ങളും ഈ 2 ക്ലാസുകൾക്ക് ഓൾ പാസ് നൽകുന്നത് ഒഴിവാക്കിയിട്ടുണ്ടെന്നും വിദ്യാഭ്യാസ മന്ത്രാലയം അറിയിച്ചു.